മാർച്ച് മാസത്തെ നിങ്ങളുടെ ജനറൽ തീം എന്താണെന്ന് നോക്കാം. മാർച്ച് മാസത്തിൽ പൊതുവായി നിങ്ങൾക്കുള്ള മാസം മുഴുവൻ എന്താണ് പ്രപഞ്ചത്തിന്റെ ഒരു ഗൈഡൻസ്. ഒറ്റ കാർഡ് എടുത്ത് നോക്കാം. ജനറൽ തീം 10 ഓഫ് പെന്റക്കിൾസ് ആണ്. മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി കുടുംബത്തോടൊപ്പം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് ധാരാളം ധനസമൃദ്ധിയും ആവശ്യത്തിന് സന്തോഷിക്കാനും പുറത്തു പോകാനും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്രയും ഹാപ്പിനെസ് ആണ് ജനറലായി പൊതുവെ കുടുംബപരമായുള്ള സന്തോഷം. അതാണ് നിങ്ങൾക്ക് പ്രപഞ്ചം മാർച്ച് മാസത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. അടുത്തതായി ഹെൽത്ത് വൈസ് എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് നോക്കാം. ക്വീൻ ഓഫ് കപ്സ് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. സ്വന്തം ആരോഗ്യത്തിൽ സെൽഫ് നർച്ചറിങ്, അതാണ് ഈ കാർഡിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ്. സ്വന്തം ശാരീരികം, മാനസികം, ആത്മീകം ഈ 3 തലങ്ങളിലും നിങ്ങൾ സ്വന്തമായുള്ള ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. കഴിയുന്നതും നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക, മാനസികമായ ടെൻഷൻ, പിരിമുറുക്കം എന്നിവ ഒഴിവാക്കുന്നതിനായി നല്ല പുറത്ത് പോവുക, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, ടെൻഷനുള്ള ദുഃഖഗാനങ്ങളൊന്നും കേൾക്കരുത്, നല്ല ഹാപ്പി വൈബുള്ള മ്യൂസിക് അത് കേൾക്കുക, നേച്ചുറൽ പ്രകൃതിയിൽ കൂടുതൽ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക, അല്പം ചെടി നടുകയോ പച്ചക്കറി കൃഷി ചെയ്യുകയോ ഇതൊക്കെ നല്ലതാണ്. പിന്നെ മാനസികമായി ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ശാന്തമായി ബ്രീത്തിങ് ശ്രദ്ധിച്ച് ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്. അടുത്തതായി ധനപരമായി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ 2 കാർഡാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ഏസ് ഓഫ് കപ്സ്, അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് ആവശ്യത്തിന് ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ല ഇമോഷൻ ഫുൾഫിൽമെൻറ്റ്, വൈകാരികമായ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ പ്രതീക്ഷിക്കാം. ടെമ്പറൻസ്, അതായത് വരവും ചെലവും തമ്മിലൊരു ബാലൻസ് എന്നാലും നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അമിതമായ ചെലവുകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഭാവിയിലേക്കുള്ള അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങാറായി ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പ്ലാൻ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.